നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 13/7/2026 തിങ്കളാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും ഇടിവാണ് കേരളത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വർധനവിന് ശേഷമാണ് ഇന്ന് വിപണിയിൽ വീണ്ടും വൻ ഇടിവ് സംഭവിച്ചത്. ഇപ്പോൾ ഒരു ഗ്രാമിൻ്റെ മുകളിൽ 130 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1040 രൂപയാണ് കുറഞ്ഞത്. സമയം വെള്ളി വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിപണിയിൽ 1 ഗ്രാം വെള്ളിക്ക് 240 രൂപയും 10-ന് 2400 രൂപയാണ്. ഇനി വിശദമായ ഈ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 13,100, ഒരു പവൻ 1,04,800. അതുപോലെ 24 ക്യാരറ്റ് 14,291, ഒരു പവൻ 1,14,328. അതുപോലെ 18 ക്യാരറ്റ് 10,718, ഒരു പവൻ 85,744. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സമാധാന കരാർ പൊളിഞ്ഞതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ US-ഉം ഇറാനും തമ്മിൽ യുദ്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് ഇറാൻ വീണ്ടും താഴ്ത്തു. ഏറെ ആശങ്കപ്പെടുത്തുന്ന സംഗതി തന്നെയാണ്. ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS-4 278, RSS-5 273, ISN-10 236, ലാറ്റക്സ് 60% യാർഡ്സ് 180 രൂപ 70 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS-4 278, RSS-5 273. അഗർത്തല വില നോക്കുമ്പോൾ RSS-4 270, RSS-5 267. ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS-1 295 പൈസ, RSS-2 289 രൂപ 53 പൈസ, RSS-3 287 രൂപ 96 പൈസ, RSS-4 287 രൂപ 10 പൈസ, RSS-5 286 രൂപ 67 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്ന് വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കുതിച്ചു കയറിയിരിക്കുകയാണ്. രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 രൂപയാണ് RSS-4-ലും 5-ലും കൂടിയിരിക്കുന്നത്. അതേസമയം ISN-ലും ലാറ്റക്സിലും വില കൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റബ്ബർ വില ഇങ്ങനെ കൂടാൻ കാര്യം ചരക്ക് ശരിയായ രീതിയിൽ കടകളിൽ എത്തുന്നില്ല. കാരണം കവർട്ട മരങ്ങൾ പോലും ശരിയായ വണ്ണം വെട്ടാൻ സാധിക്കുന്നില്ല. കാര്യം രാവിലെ വെട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇടവിട്ടുള്ള മഴയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതേസമയം കവറിടാത്ത ഒരു മരങ്ങൾ പോലും ഇക്കൊല്ലം വെട്ടാനാകില്ല ചില സ്ഥലങ്ങളിൽ. അങ്ങനെയും പ്രതികൂല കാലാവസ്ഥയിലാണ് ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ്. എന്തായാലും ഈ പ്രതിസന്ധികളെല്ലാം ഉടനെ മാറി ശരിയായ രീതിയിൽ ടാപ്പിംഗ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന പ്രത്യാശയിലാണ് എല്ലാവരും. ഈ വർഷം പിന്നെ ഓഗസ്റ്റ് 25-നാണ് 1-ാം ഓണം. 2-ാം ഓണം തിരുവോണം എന്ന് പറയുന്നത് 26-നാണ് ആഗസ്റ്റ്. അതിനോട് മുന്നോടിയായി കുറച്ച് ഷീറ്റ് ഉണ്ടാക്കി പൈസ ഒപ്പിക്കുവാൻ, ഓണത്തിന് അടിച്ചു പൊളിക്കുവാൻ സാധിക്കുമോ എന്നുള്ള നെട്ടോട്ടത്തിലാണ് മിക്ക റബ്ബർ കർഷകരും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കും, ഒപ്പം നിങ്ങൾ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.